ദിലീപിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ പടങ്ങളിൽ എന്നെ മനഃപൂർവ്വം ഉൾപ്പെടുത്താനായിട്ട് നോക്കിയിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വരുന്നത് മമ്മൂക്കാനോട്. അത് പേഴ്സണലാണ്. അത് കഴിഞ്ഞ് ലാലിനോട് എനിക്ക് ഇഷ്ടമുണ്ട്. പേഴ്സണലാണ്. അന്ന് കുറച്ച് നാടകീയമായിരുന്നു ആദ്യത്തേക്ക് അഭിനയം. പിന്നീട് അതൊരു മമ്മൂട്ടിയും മറ്റുമൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ റിയാലിറ്റിയിലേക്ക് വന്നു, സ്വാഭാവികത വന്നു. ഇപ്പോൾ ഫഹദ് ഫാസിലൊക്കെ വരുമ്പോൾ കുറേയും കൂടെ ഒരു ജെനുവിനിറ്റി വന്നു. ധനുമാസ പൂക്കൈത തളിർചൂടി നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഭാസ്കരമാഷ് എഴുതിയതാണ്. അത് കൈത പൂക്കുന്നത് ധനുമാസത്തിലാണ്. ഇപ്പോഴത്തെ ഒരു ലിറിക്ക് എഴുതുന്ന ഒരാൾക്ക് എപ്പോഴാണ് കൈത പൂക്കുന്നതെന്ന് പോലും അറിയില്ല. ഞാൻ അവരെ കുറ്റം പറയല്ല. അവരെഴുതുന്നത് എൻ്റെ അമ്മയുടെ ജിമിക്കമ്മൽ പോലുള്ള പാട്ടുകളാണ്. ഞാനൊരു സിനിമയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരുണ്ടാവും. ഞാൻ ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരാളെ വിളിച്ചിട്ടുള്ളൂ പടം ചോദിച്ചിട്ട്, സത്യനന്ദിക്കാടാണ്. ആ പടം കിട്ടിയിട്ടുമില്ല. ചിലപ്പോൾ ഉറക്കം വരാത്ത രാത്രികളിൽ ഓർത്ത് വെക്കുന്ന ചില സീനും സീക്വൻസസും ഉള്ള സിനിമകളാണ് നല്ല സിനിമ. ഇപ്പോൾ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ വരെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹേ ഹലോ, ദിസ് ഇസ് സൂരജ് ജാർ. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു അടിപൊളി ആർട്ടിസ്റ്റാണ്. ഹിയർ വി ജോയിനിങ് വിത്ത് മജീദിക്ക. സോ മജീദിക്ക, വെൽക്കം. സുഖമായിട്ടിരിക്കുന്നു? നമസ്കാരം. സുഖമായിരിക്കുന്നു. ഭയങ്കര ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. സാധാരണ മുണ്ട് ഷർട്ടുമാണ് എൻ്റെ വേഷം എടുക്കുന്നത്. ഈ ഐഡിയ എവിടെ നിന്ന് വന്ന് ആക്ച്വലി ഇങ്ങനെ ഒരു സംഘടന നമുക്ക് തുടങ്ങാം? അങ്ങനെ അത് ഗണേഷ് കുമാറിൻ്റെ ഐഡിയ ആണ്. കാരണം സീരിയൽ മേഖലയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അതിരാവിലെ വിളിച്ചുകൊണ്ടുപോയിട്ട് 10 മണി, 11 മണി, 12 മണി, 1 മണി വരെയൊക്കെ ഒരു ദിവസം ഡെയിലി പേയ്മെൻ്റ് ആയതുകൊണ്ട് ചില പ്രൊഡ്യൂസർമാരോ അല്ലെങ്കിൽ ഡയറക്ടർമാരോ ഒക്കെ മാക്സിമം അയാളെ കൊണ്ട് എടുക്കാവുന്ന എപ്പിസോഡ് മുഴുവൻ എടുത്ത് വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു വ്യാപകമായിട്ട്. ആ പരാതികളൊക്കെ വ്യാപകമായിട്ട് വന്നപ്പോൾ അതൊക്കെ അന്നും ഗണേഷ് കുമാറും സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള കാലമാണ്. അദ്ദേഹത്തിനും അനുഭവമുണ്ട്. ഇത് കാണുന്ന മറ്റുള്ള സഹപ്രവർത്തകർ, അദ്ദേഹത്തിന് ചിലപ്പോൾ നേരത്തെ പോകാൻ പറ്റുമായിരിക്കും. അദ്ദേഹത്തിന് അന്നൊരു പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നിപ്പോഴും അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടെ ബന്ധപ്പെട്ട് ഓരോരുത്തർ ചർച്ച ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നമുക്കൊരു സംഘടന വേണം. എന്നിട്ട് നമുക്കൊരു അച്ചടക്കത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ച് ഉള്ളൊരു ടൈമിങ്, അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഉറപ്പ്. പല ആളുകൾക്കും പ്രതിഫലം കിട്ടാതെ വരുന്നു, പറഞ്ഞ പ്രതിഫലം കിട്ടുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടിമാർ അവരുടെ ചിലവിലാണ് മുഴുവൻ ആ ഡ്രസ്സും കോസ്റ്റ്യൂമും ആ ഓർണമെൻറ്റ്സും വാങ്ങിക്കുന്നത്. ഒരുപാട് ചിലവ് ചെയ്തിട്ടാണ് അവർ. അപ്പോൾ അവർക്കൊക്കെ കിട്ടാവുന്ന ഒരു സംരക്ഷണം, നമുക്ക് ആരും നമ്മളെ ചീറ്റ് ചെയ്യരുത് എന്ന് തോന്നിയിട്ട് ഗണേഷ് കുമാറിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നു, എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. 8 മണിക്കൂറിലെ ജോലി പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ വീട്ടിലെ സെർവൻറ്റിന് പോലും നമ്മൾ 8 മണിക്കൂറിലെ കൊടുക്കുന്നുള്ളൂ. ആ ജോലി കൊടുക്കുന്ന ആ ആളുകൾ പോയിട്ട് വർക്ക് ചെയ്യുന്നത് 10 മണിക്കൂറും 20 മണിക്കൂറും ഒക്കെ. അങ്ങനെ ഒരു ഐഡിയ തോന്നിയത് ഈ ബഹുമാന്യനായ ഗണേഷ് കുമാറിൻ്റെ ഒരു മനസ്സിലാണ്. അങ്ങനെയാണ് ഈ സംഘടന രൂപപ്പെടുന്നത്. ഇപ്പോൾ ഈ സംഘടന രൂപപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടാതെ വരുന്ന ഒരു സന്ദർഭങ്ങളില്ല. അതൊക്കെ അപ്പം തന്നെ ഇടപെടാറുണ്ട്. ഓരോ കാര്യത്തിലും ഇടപെടാറുണ്ട്. അത് പ്രത്യേകിച്ച് ദിനേശ് പണിക്കർ വളരെ ആക്റ്റീവായിട്ട്, ഗണേഷ് കുമാർ ഒരു മന്ത്രിയായ നിലക്ക് അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് ഓരോ കാര്യങ്ങളും. പക്ഷേ അതിൻ്റെ സെക്രട്ടറിയായ ദിനേശ് പണിക്കർ ഏത് സമയം, ഞാനും ദിനേശും കൂടെ ഓരോ സീരിയലിൽ അഭിനയിക്കുമ്പോൾ ദിനേശിന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരും. അപ്പോൾ പ്രൊഡ്യൂസറായിട്ട് സംസാരിക്കും, ഫ്രട്ടേണിറ്റി ഉണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാം തീർപ്പായിട്ട് പൈസ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു സേഫ്റ്റി ആൻഡ് ഒരു കെയർ കിട്ടുന്നത് ആത്മയുടെ കെയർ ഓഫിലാണ്. അപ്പോൾ ഈ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ 8 അവേഴ്സിന് അല്ലെങ്കിൽ 8 മണിക്കൂറിന് മേലെ വർക്ക്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണോ, സജഷൻസ് ആണോ അത് ഈ സംഘടനയ്ക്ക് വന്നത്? അല്ലല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ. ഓക്കെ,
ചിലപ്പോൾ വിളിച്ചിട്ട് ഇന്ന് വർക്ക് ഉണ്ടാവും എന്ന് പറയും, ഇന്നില്ല നാളെ വരുമെന്ന് പറയും. അങ്ങനെ ഒരുപാട് പ്രോബ്ലം. പൈസയുടെ കാര്യം മാത്രമല്ല, നമ്മളോട് പെരുമാറുന്ന രീതി. ഒരു പെർഫോം ചെയ്യുന്ന ആളുകളല്ലേ, അതിൽ പാവപ്പെട്ടവരുണ്ടാവും, ചിലപ്പോൾ ഇവരായിട്ട് പരിചയമില്ലാത്തവരുണ്ടാവും. പക്ഷേ അവർക്കൊക്കെ കിട്ടുന്ന ഒരു ഡിഗ്നിറ്റി ഇല്ലാതെ വരികയും പൈസ സെക്കൻഡറിയാണ്. എല്ലാവർക്കും ഇത് പാഷനാണ്. അഭിനയിക്കുക എന്നുള്ളൊരു പാഷനാണ്. അഭിനയിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർക്കും പൈസ കിട്ടുമ്പോൾ എനിക്കും കിട്ടണ്ടേ? അതിൻ്റെ ഒരു പാരിറ്റി വേണ്ടേ? ചീഫായിട്ട് അഭിനയിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പാരിറ്റി വേണമെന്നില്ല. നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ അതേ രീതിയിൽ അഭിനയിക്കുക, അതേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാരിറ്റിയും മറ്റുമൊക്കെ ഇല്ലേ, ശമ്പളത്തിലും മറ്റുമൊക്കെ കാര്യങ്ങൾ. അതൊക്കെ വേണമെന്നും ചോദിക്കാനും വാങ്ങിക്കാനും നമുക്ക് ഇടവരുത്തിയത് ആത്മയാണ്. ആത്മയുടെ അടുത്ത ഒരു സ്വപ്നം എന്താണ് ഇനി? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗണേഷ് കുമാറിൻ്റെ ഒരു മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ അധീനത്തിൽ കിടക്കുന്ന ചില സ്ഥലങ്ങൾ നമുക്ക് സ്വരൂപിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ പണിത് കൊടുക്കുക. പിന്നെ മറ്റു വ്യവസായികളും കച്ചവടക്കാരും വാണിജ്യ പ്രമുഖരുമായിട്ടൊക്കെ ചേർന്നിട്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരുപാട് നന്മകൾ പാവപ്പെട്ട ആളുകൾക്ക് ഇതിനകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകളെ മറ്റേ ശസ്ത്രക്രിയയും മറ്റു രോഗങ്ങളുമൊക്കെ വന്നപ്പോൾ ആത്മ സഹായിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ആത്മയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ആത്മ എപ്പോഴും സജീവമാണ്. ഒരാളുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അച്ഛനോ അമ്മയോ മരിച്ചാൽ പോലും അവിടെ ആത്മയുടെ 3-4 മെമ്പർമാരുണ്ടാവും. ഈ ആത്മ എന്ന് പറയുന്ന ഒരു പേര് അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഐഡിയ? അത് ഗണേശൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ആരുടെ മനസ്സിലുണ്ടായത് ആത്മാവ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഐഡിയ വന്നു. അത് അന്വർത്ഥമാവുന്ന തരത്തിലുള്ള ഒരു പേരാണ്. ഇപ്പോൾ കുറേ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സിനിമയും സീരിയലും ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ഈ മേഖലയിൽ ഈ ആത്മയിൽ പ്രവർത്തിക്കുന്ന രീതിക്കുന്ന ഒരാളെന്ന രീതിക്കും അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന രീതിക്കും അത് അറിയാം, കണ്ടറിയുന്ന ഒരാളും കേട്ടറിയുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഒരു പണ്ടെന്നൊക്കെ പറയുമ്പോൾ സീരിയലിലോട്ടൊക്കെ വരാനും സിനിമയിലോട്ടൊക്കെ വരാനും ഈ മേഖലയിലോട്ട് വരാനായിട്ട് ഒരുപാട് പേർക്ക് ഒരു പേടിയായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയാണെന്നൊക്കെ ആയിരുന്നു. പക്ഷേ സാറിൻ്റെ കാലത്തൊക്കെ സാറിന് അങ്ങനെ ഒരു ഉൾഭയം ഉണ്ടായിരുന്നു, ഇവിടെ വന്നാൽ ഇവിടെ നിലനിന്ന് പോകാൻ പറ്റും, അങ്ങനെ അത് ഒരു ഉൾഭയം ഉണ്ടായിരുന്നു തുടക്ക സമയം? ഉണ്ടായിരുന്നില്ല അല്ലേ? കാരണം ഞാനൊരു ഇലക്ട്രിസിറ്റി ബോർഡിലൊരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും സിനിമ ചെറുപ്പം കാലം മുതൽ പാഷനായിരുന്നു. അതുമായിട്ട് നിരൂപണങ്ങൾ എഴുതുക, സിനിമ സംബന്ധമായ ലേഖനങ്ങൾ എഴുതുക. ഞാനൊരു ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഇപ്പോൾ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ വരെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് ഒരു അവബോധം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിന് ശ്രമം തുടങ്ങി. ആദ്യമായിട്ട് സീരിയലിൽ വന്നു, സിനിമയിൽ വന്നു. ഞാൻ ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അത് ചില പരിചയങ്ങളുടെയൊക്കെ ബന്ധത്തിൻ്റെയൊക്കെ കാരണം ഓരോരുത്തർ വിളിച്ച് തന്നിട്ടുള്ള. കാരണം വിളിച്ചു തരുമ്പോൾ അത് എൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ള റോളെ എനിക്ക് കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് ഞാനൊരു നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിലും നല്ലൊരു ആക്ടറായനെ എനിക്ക് പരിമിതികളുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊച്ചു വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. കാരണം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടറും തീരുമാനിക്കുന്നത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാവുന്ന ആളുകൾ മലയാള സിനിമയിലെ പ്രഗത്ഭരായിട്ടുള്ള കുറേ ആളുകളുണ്ട്, അവർ തീരുമാനിക്കും. അതിൽ ചെറിയ റോള് നോക്കും. നമുക്കൊക്കെ ഓൾട്ടർനേറ്റീവ് ഒരു 10 പേരുണ്ടാവും. ഞാനൊരു സിനിമയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരുണ്ടാവും. അപ്പോൾ വിളിച്ചാൽ പോകും, ചെയ്യും. പക്ഷെ സന്തോഷമല്ല, ഒരു പാഷൻ, അത് സന്തോഷമാണ്. ആ ലൊക്കേഷനിൽ പോകുന്നതും അഭിനയിക്കുന്നതും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡും എല്ലായിടത്തും വർക്ക് ചെയ്യാൻ കഴിഞ്ഞതും ഒരുപാട് ഇതുപോലുള്ള പ്രഗത്ഭരായിട്ട് ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാനും ബന്ധപ്പെടാനും ആ ബന്ധം വളരെ നന്നായിട്ട് നിലനിർത്താനും കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഒരുപാട് സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലൊക്കേഷനിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് മുതൽ അല്ലെങ്കിൽ കുറേ കാലം എടുത്ത് ഇപ്പം നോക്കുമ്പോൾ ആണെങ്കിലും കുറച്ച് മുന്നത്തെ സിനിമകൾ പറയുകയാണെങ്കിൽ ആ സിനിമയിലത്തെ ലൊക്കേഷനൊക്കെ നല്ല രസമായിരുന്നു. അന്നത്തെ ആ ഒരു പശ്ചാത്തലവും ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപാത്രം, ആ ഒരു സെറ്റൊക്കെ എങ്ങനെയായിരിക്കും? ഞാൻ സെറ്റും ലൊക്കേഷനെ കുറിച്ച് പണ്ടത്തെ ഒരു സിനിമയെക്കുറിച്ച് പറയാം. പണ്ടത്തെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം ഇഷ്ടപ്പെടുന്ന എൻ്റെ
ഒരു കോളേജ് ജീവിതത്തിൽ ഞാൻ കണ്ട മുറപ്പെണ്ണ് എന്ന് പറഞ്ഞ സിനിമയാണ് എന്നെ ഓക്കെ ഓക്കെ ഏറ്റവും കൂടുതൽ ഓക്കെ ആകർഷിച്ചത്. സാറിൻ്റെ കോളേജ് സമയത്ത് അല്ലേ? കോളേജ് ഓക്കെ. ആ സമയത്ത് നസീർ സാറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സമയം. അതിനുശേഷം സത്യൻ മാഷു. അവിടെ നടന്മാരെ അല്ല ഇഷ്ടപ്പെട്ടത്, ഏറ്റവും നല്ല കഥകൾ. അതെ. പ്രത്യേകിച്ച് മഞ്ഞിലാസ് എന്ന് പറഞ്ഞൊരു സിനിമ കമ്പനി ഉണ്ടായിരുന്നു. അവർ ഏറ്റവും നല്ല നോവലുകൾ സിനിമയാക്കിയിരുന്നതാണ്. ബുക്കിലുള്ള നോവലുകൾ സിനിമയാക്കിയിരുന്നതാണ് മഞ്ഞിലാസ്. അവിടെയൊക്കെ സത്യൻ മാഷും നസീർ സാറും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ സിനിമകൾക്ക് ഒരു അർത്ഥമുണ്ടായിരുന്നു, ഒരു കാതലുണ്ടായിരുന്നു, സംഗീതം ഉണ്ടായിരുന്നു. ആ സംഗീതങ്ങളാണ് ഇപ്പോൾ റിയാലിറ്റി ഷോയിലും മറ്റുമൊക്കെ കുട്ടികൾ പാടുന്നത്. സത്യം. അതുപോലെ ബാബുരാജിൻ്റെ സംഗീതമാണ് ഇപ്പോൾ കുട്ടികൾ പാടുന്നത്. ഇപ്പോൾ വരുന്ന സംഗീത സംഗീതമാർക്ക് പണ്ട് രാഘവ മാഷ് ധനുമാസ പൂക്കൈത തളിർചൂടി നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഭാസ്കര മാഷ് എഴുതിയതാണ്. അത് കൈത പൂക്കുന്നത് ധനുമാസത്തിലാണ്. ഇപ്പോഴത്തെ ഒരു ലിറിക്ക് എഴുതുന്ന ഒരാൾക്ക് എപ്പോഴാണ് കൈത പൂക്കുന്നതെന്ന് പോലും അറിയില്ല. ഞാൻ അവരെ കുറ്റം പറയല്ല. അവരെഴുതുന്നത് എൻ്റെ അമ്മയുടെ ജിമിക്കമ്മൽ പോലുള്ള പാട്ടുകളാണ്. അത് നിലനിൽക്കുന്നില്ല. മറ്റേ സംഗീതം ഉണ്ടായിരുന്നു, സാഹിത്യം ഉണ്ടായിരുന്നു, ആ സിനിമയിലും ഉണ്ടായിരുന്നു, ഒരു ഗൗരവ ബുദ്ധി ഉണ്ടായിരുന്നു. ഇന്ന് യങ് ജനറേഷന് വേണ്ടി മാത്രമാണ് സിനിമ എടുക്കുന്നത്. അന്ന് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ എടുത്തിരുന്നു. ഇന്ന് അതേ സിനിമ വന്നു കഴിയുമ്പോൾ തിയേറ്ററിൽ ആളില്ല. നമുക്ക് നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ ഉറക്കം വരാത്ത രാത്രികളിൽ ഓർത്ത് വെക്കുന്ന ചില സീനും സീക്വൻസസും ഉള്ള സിനിമകളാണ് നല്ല സിനിമ. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയും ഒരാൾ ചെളിയിൽ വീണ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഇളിപ്പനായിട്ട് വരുന്ന സീനും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് നമ്മൾ മറന്നു പോകണത്. അവിടെയാണ് സാഹിത്യത്തിന് പ്രാധാന്യമുണ്ട്, കവിതയ്ക്ക് പ്രാധാന്യമുണ്ട്, സംഗീതത്തിന് പ്രാധാന്യമുണ്ട്, അഭിനയത്തിന് പ്രാധാന്യമുണ്ട്. അന്ന് കുറച്ച് നാടകീയമായിരുന്നു ആദ്യത്തേക്ക് അഭിനയം. പിന്നീട് അതൊരു മമ്മൂട്ടിയും മറ്റുമൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ റിയാലിറ്റിയിലേക്ക് വന്നു, സ്വാഭാവികത വന്നു. ഇപ്പോൾ ഫഹദ് ഫാസിലൊക്കെ വരുമ്പോൾ കുറേയും കൂടെ ഒരു ജെനുവിനിറ്റി വന്നു. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. പക്ഷെ അവർ വന്ന് പെടുന്ന സിനിമകളിൽ പലതും നമ്മൾ മറന്നു പോകുന്ന സിനിമകളാണ്. ഓർമ്മയിൽ നിൽക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ് കുറേ പുതിയ നടന്മാർ വരുന്നുണ്ട്, പുതിയ ജനറേഷൻ. അപ്പോൾ സിനിമ ടെക്നോളജി മാറുമ്പോൾ തന്നെ സിനിമ മേഖലയും മാറുന്നുണ്ട്. ചെറുപ്പക്കാർക്ക് അസാധ്യ കഴിവുള്ള. അപ്പോൾ സാറിന് ഇങ്ങനെ ഒരു ആക്ടറിനെ പറ്റി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ കുറേ ആൾക്കാർ? ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ഫഹദ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അയാൾ ഒരു മോൾഡ് ചെയ്ത് എടുക്കുന്ന രീതിയും അവതരിപ്പിക്കുന്ന രീതിയിലാണ്. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വരുന്നത് മമ്മൂക്കയുടെ അടുത്ത അത് പേഴ്സണലാണ്. അത് കഴിഞ്ഞ് ലാലിനോട് എനിക്ക് ഇഷ്ടമുണ്ട്, പേഴ്സണലാണ്. അവർ അതുപോലെ തന്നെ അതുല്യന്മാരായ ഒരു നടന്മാരും. മറ്റേതല്ല, ഞാൻ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതാണ്. ഫഹദ് ഫാസിലിനെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആസിഫ് അലി നല്ലൊരു ആക്ടറാണ്. കാരണം ഇന്നത്തെ ജനറേഷനിൽ ഒരു ക്യാരക്ടർ വരുമ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാവുന്ന നല്ലൊരു ബ്രില്യൻ്റ് ആയ ഒരു ആക്ടറാണ് ആസിഫ്. ഈ രണ്ട് ആക്ടേഴ്സും അല്ലേ? ഓക്കെ. ഇപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു സിനിമ, പണ്ടത്തെ ഒരു ക്ലാസിക് സിനിമ എന്താണ് മലയാളം സിനിമ എന്നൊക്കെ ഒരൊറ്റ സിനിമയ്ക്ക് കാണിക്കാൻ സജഷൻ പറയുകയാണെങ്കിൽ ഏത് സിനിമ സാറ് കാണിക്കും? സാറിൻ്റെ ഒരു ഫേവറേറ്റ് സിനിമ ചോദിച്ചാൽ സാർ ഏത് സിനിമ അവരെ കാണിക്കും? പഴയ കാലത്തെ ഒരു സിനിമ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുറപ്പെണ്ണ് കാണിക്കും അല്ലേ? ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതെ, കാണിക്കും. മനുഷ്യഗന്ധിയായ, അതായത് ജീവിതസ്പർശിയായ കഥകളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആ ഒരു പ്രശ്നത്തിൽ കൂടെ അത് കടന്നു പോകും ആ കഥ. നമ്മൾ ആ കഥയൊന്നും ഇന്നത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ചെറുപ്പക്കാരോട് പട്ടിണിയെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? വസ്ത്രമില്ലായ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വസ്ത്രവും രണ്ട് വസ്ത്രമൊക്കെ ധരിച്ച് സ്കൂളിൽ പോയ കാര്യം പറഞ്ഞാൽ ഓർമ്മ വരുമോ? അപ്പോൾ അവിടെ ആ ഒരു പ്രസക്തിയില്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സിലേക്ക് വരുന്നത് ആ ചിത്രങ്ങളാണല്ലേ? അത് മനസ്സിലേക്ക് പതിഞ്ഞ ചിത്രങ്ങളാണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് കുറേ വർഷങ്ങളായി സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും ഉണ്ട്. ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തുടക്ക സമയത്ത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു പ്രശ്നം എന്തായിരുന്നു? സാറിന് പേഴ്സണലി ഒരു ആക്ടർ എന്ന രീതിക്ക് സിനിമയിൽ ഈ മേഖലയിൽ നേരിട്ടുണ്ടെന്നൊരു പ്രശ്നം ചോദിച്ചാൽ എന്തായിരിക്കും? ഒന്നുമില്ല. ആദ്യം ചില ആളുകൾ പറഞ്ഞ് ഇത്തിരി ഒരു ബലപ്പെടുത്തുകൊണ്ടെന്ന് ഒന്നും കൂടെ ഫ്രീ ആവാൻ പറയും. അതെ, അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു പോകുന്നു. വലിയ
ഒരു ഭയമോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നില്ല, കാരണം ഇഷ്ടമായിരുന്നതുകൊണ്ടല്ലേ? ഇഷ്ടമായതുകൊണ്ട്. അതെ അതെ അതെ. എന്താ ഇപ്പൊ എഞ്ചിനീയറിന്റെ ആ ജോബൊക്കെ റിട്ടയർ ആയിട്ടിന് ശേഷം അതിന് മുന്നേ തന്നെ ഒരു ഏജിലേക്ക് എത്തിയിട്ടാണ് സിനിമ അതിലോട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് കൂടെ സപ്പോർട്ട് ചെയ്തത് ഫാമിലി സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇങ്ങനെ ഫാമിലി ആദ്യം പേടിയായിരുന്നു, പേടി എന്താവുന്നൊരു പേടി സിനിമ എന്നൊക്കെ പറയുന്ന ഒരു, പിന്നീട് ഒരു ലൊക്കേഷനിലൊക്കെ എൻ്റെ ഭാര്യ വരെയൊക്കെ ചെയ്തപ്പോൾ സിനിമ എന്താണെന്ന് അവർ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ബോധമൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും നമ്പർ 1 ആദ്യം പറയുകയാണെങ്കിൽ രഞ്ജിത്താണ്. രഞ്ജിത്ത് അല്ലേ? രഞ്ജിത്ത് സാർ. അത് കഴിഞ്ഞ കമൽ സാർ, ഓക്കെ, ജോർജ് സാറ്, ഓക്കെ, ലാൽ ജോസ്, അതുപോലെ ഷിബി മലയിൽ, അവരൊക്കെ എനിക്ക് പടം വിളിച്ചു തരാറുണ്ട്. ഞാൻ അവരോട് വിളിക്കാറേ ഇല്ല. ഞാൻ ഒരാളെ വിളിച്ചിട്ടുള്ളൂ പടം ചോദിച്ചിട്ട്, സത്യനന്ദിക്കാടാണ്. ആ പടം കിട്ടിയിട്ടുമില്ല. ആഗ്രഹമുണ്ട്, കാരണം എല്ലാവർക്കും അഭിനയിക്കാൻ ആഗ്രഹമുള്ളൊരു പടം. സത്യൻ സാറിൻ്റെ പടങ്ങളും ഇഷ്ടമാണ്, എത്ര കണ്ടാലും മടുക്കില്ല. പക്ഷേ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വിളിച്ചാൽ പോകും. തീർച്ചയായിട്ടും എപ്പോൾ വിളിച്ചാലും ആര് വിളിച്ചാലും പോകും. തീർച്ചയായിട്ടും. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നതും രഞ്ജിത്താണ്. എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാത്ത മേഖലയിൽ സലീം കുമാറുണ്ട്, ബെന്നി പി ആരമ്പലം, വ്യാസൻ, അങ്ങനെ എൻ്റെ പരിസരത്തും എൻ്റെ സുഹൃത്തുക്കൾ എന്നെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദിലീപിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ പടങ്ങളിൽ എന്നെ മനഃപൂർവ്വം ഉൾപ്പെടുത്താനായിട്ട് നോക്കിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം അല്ലേ? വളരെ സന്തോഷം. അതെ അതെ അതെ. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞു, സലീമേട്ടൻ്റെ പേര് പറഞ്ഞു. കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, കാരണം ഒരുപാട് വർഷം ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ സുഹൃത്തുക്കൾ. അവരെക്കാളൊക്കെ പ്രായമുണ്ടല്ലോ എന്നോട്, എനിക്ക്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇഷ്ടം, റെസ്പെക്ട് ഇഷ്ടമല്ല. പിന്നെ ഞാനും ആ ഒരു റെസ്പെക്ട് കളയാതെ സൂക്ഷിക്കുന്നതുകൊണ്ട് ഒക്കെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അപ്പോൾ ചോദ്യത്തിലോട്ട് വരാം. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ളൊരു കൂട്ടുകാരൻ, യഥാർത്ഥത്തിൽ എന്ത് വിഷയങ്ങൾ എനിക്ക് വിളിച്ച് പറയാൻ പറ്റുന്നത്, ഏത് പാതിരാത്രിക്കും വിളിച്ചൊരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സുഹൃത്തായിരിക്കും ഈ മേഖലയിലൊന്ന് ഓർക്കാൻ? അങ്ങനെ ഇല്ല. അത് എപ്പോഴും നമ്മളുടെ സ്കൂള് കാലഘട്ടങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്ത ഏതെങ്കിലും 2-3 സുഹൃത്തുക്കൾ അങ്ങനെയുള്ളൂ അല്ലേ? അതാണല്ലോ ആത്മാർത്ഥമായ സുഹൃത്ത്. അതെ, തീർച്ചയായും. ഒന്നുമില്ലാത്ത കാലത്ത്, ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കാലത്ത് നമ്മളുടെ കൂടെ അവർക്കും ഉണ്ടാവും ദാരിദ്ര്യം, ഒന്നിച്ചേർന്ന സുഹൃത്ത്. ഇപ്പോൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ തിരക്കുണ്ടാവും, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന ഒരു സിനിമാ മേഖലയിലുള്ള ഒരാളോട് എനിക്ക് പറയാൻ തോന്നില്ല, കാരണം അവർക്ക് തിരക്കുള്ള ആളുകൾ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഭാഗ്യവശാലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് പറയേണ്ടിയും വന്നിട്ടില്ല. ഒരു കുറേ കഥാപാത്രങ്ങൾ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഏതായിരിക്കും? ഒന്ന് പെട്ടെന്നൊന്ന്. കുറേ കഥാപാത്രം 2-3 ഉണ്ട്. ഒന്ന് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു ആക്ടറാണ് ശ്രീനിവാസൻ. എൻ്റെ പേര് പറഞ്ഞ് പല സിനിമകളിലും എന്നെ വിളിപ്പിച്ചിട്ടുള്ളത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ്റെ കഥ പറയും മുമ്പേ എന്നുള്ളൊരു സിനിമയിലുണ്ട്. അതുപോലെ തന്നെ അറബിക്കഥ എന്ന് പറയുന്നതിൽ അതിലൊക്കെ നെഗറ്റീവ് റോളുകളാണ്. പിന്നെ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, മായാവി ഉണ്ട്. പിന്നെ രഞ്ജിത്തിൻ്റെ പല സിനിമകളും ചെറിയ വേഷങ്ങളാണെങ്കിലും എനിക്ക് വളരെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റി. ജോർജ് സാറിൻ്റെ ഏത് പടം വന്നാലും ഒരു സീനോ 2 സീനോ 3-4 സീനോ. റൺവേ ആണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത്, അതിൽ 4-5 സീനുണ്ടായിരുന്നു. അത് അഭിനയിക്കുമ്പോൾ ഭയങ്കര, പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നാകുമ്പോൾ നമുക്ക് അതിനും ഒരു സന്തോഷമല്ലേ? സുഹൃത്തുക്കളല്ല, ഒരു വലിയൊരു ഉയർന്ന സംവിധായകരാണ്. അതെ. ഒരിക്കലും ഒരു സുഹൃത്ത് ബന്ധം പോലെയല്ല, ഞാൻ അവരെ ബഹുമാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. വില്ലനല്ല, ഈ ഫ്രോഡ് ചതിക്കൻ കഥാപാത്രങ്ങൾ. അത് ആക്ച്വലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചലഞ്ചിങ് ആണോ ഇത്? അങ്ങനെയില്ല. ചിലപ്പോൾ നമ്മളുടെ മുഖം കാണുമ്പോൾ ഈ സംവിധായകർക്ക് തോന്നിയിട്ടുണ്ടാവും ഇയാളെ ആ റോളിന് പറ്റുമെന്ന്. അതുകൊണ്ടായിരിക്കാം. അത് അവരുടെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഇന്ന ആളെ അതിന് പറ്റും എന്നെ കുറച്ചും കൂടെ ലവബിളായിട്ട് തോന്നുന്നില്ലായിരിക്കും, അതുകൊണ്ട് പറ്റുന്നതായിരിക്കും. അത് സ്വീകരിക്കുന്നു, ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ അല്ലേ? സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും ഇനിയും ഒരുപാട് സിനിമകളും നമ്മൾ ഇനിയും കുറേ കാലങ്ങൾ ഇത്രയും നമ്മൾ സിനിമയിൽ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും താങ്കളുടെ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞതിന് സന്തോഷം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.